വസ്തു വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് പണം തട്ടിയതായും അത് തിരികെ ചോദിച്ച പ്രവാസി വനിതയും സഹോദരനെയും ആക്രമിച്ചതായും പരാതി. സംഭവത്തിൽ പത്തനംതിട്ടയിലെ മെഡിക്കൽ സ്റ്റോർ ഉടമയടക്കം 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. 62 ലക്ഷം രൂപ പലപ്പോഴായി തട്ടിയെടുത്തുവെന്നാണ് പരാതിയിലുള്ളത്. വസ്തു വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വർഷങ്ങളായി യുഎസിൽ കഴിയുന്ന ഡിറ്റി തോമസ്, സഹോദരൻ സാബു തോമസ് എന്നിവരുടെ പക്കൽ നിന്നും 62 ലക്ഷം രൂപ പലപ്പോഴായി വാങ്ങുകയും പിന്നീട് തിരികെ ചോദിച്ചപ്പോൾ തരാമെന്ന് ഉറപ്പു നൽകി പത്തനംതിട്ട സന്തോഷ് മുക്കിൽ വിളിച്ചു വരുത്തി ആക്രമിച്ചു എന്നുമാണ് പരാതി. സംഭവത്തിൽ പത്തനംതിട്ട അന്ന മെഡിക്കൽസ് ഉടമ ബിജിനു, കണ്ടാലറിയാവുന്ന 4 പേർ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. കാറിന്റെ പിന്നിലെ ചില്ലടിച്ചു തകർത്തതായും ഡിറ്റി തോമസിനെ ആക്രമിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തുവെന്നും പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു. ഞാനൊരു വസ്തു മേടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് ഇച്ചിരി പൈസ കൊടുത്തിട്ട് ഇതുവരെ എനിക്ക് തിരിച്ച് വസ്തുവും കിട്ടിയിട്ടില്ല, പൈസയും കിട്ടിയിട്ടില്ല. നിരന്തരം ചോദിക്കുമ്പം എന്നെ ചീത്ത വിളിക്കുവാണ്. ഇപ്പം ഞാൻ നാട്ടിൽ വന്നപ്പം എന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു, കൊലപ്പെടുത്താൻ ശ്രമിച്ചു. വീട് വയ്ക്കാൻ വസ്തു വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് ഡിറ്റിയുടെ പക്കൽ നിന്ന് 2020 മുതൽ പല തവണകളായാണ് പ്രതികൾ പണം കൈക്കലാക്കിയത്. വർഷങ്ങളായിട്ടും വസ്തു കിട്ടിയില്ല. പലവട്ടം ചോദിച്ചിട്ടും പണം തിരിച്ചു കിട്ടിയില്ലെന്നും ഇവർ പറയുന്നു. പണം തട്ടിയതിനും ആക്രമിച്ചതിനുമായി പത്തനംതിട്ട പോലീസ് ബിജിനുവിനെതിരെ 2 കേസുകൾ എടുത്തിട്ടുണ്ട്. അമൃത ന്യൂസ്, പത്തനംതിട്ട.